ഈ ഒരു ഹോട്ടലില് ഉച്ചക്ക് ഊണിന് മാത്രം 13 ഐറ്റംസ് മീൻ പൊരിച്ചതാണ് ഇവരിവിടെ കൊടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ ഉച്ചക്ക് 12:10 മുതൽ വൈകുന്നേരം 4:30 വരെ നല്ല അടിപൊളി ഊണും ഒരുപാട് പൊരിച്ച ഫിഷ് ഐറ്റംസുകൾ കിട്ടുന്ന കിടിലൻ സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തില്ലോ. സോ കമാൺ ഗൈസ്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ല കല്ലുമ്മക്കായ പൊരിക്കുന്നുണ്ട്. മീൻ പൊരിച്ചതിലേക്ക് നോക്കുകയാണെങ്കിൽ നെത്തല് പൊരിച്ചുണ്ട്, അതുപോലെ തന്നെ നല്ല വലിയ അയക്കോറ പൊരിച്ചുണ്ട്, അതുപോലെ തന്നെ അയല പൊരിച്ചതുണ്ട്, പിന്നെ അതാ കടുവ എന്ന് പറഞ്ഞിട്ടൊരു മീൻ പൊരിച്ചതുണ്ട്, നല്ല കുഞ്ഞമ്മത്തി പൊരിച്ചത്. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായ എന്താന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ മീൻ പൊരിച്ചത് ഓരോന്നായി ഓർഡർ ചെയ്ത് പോകട്ടോ. ചെമ്മീൻ പൊരിച്ചത്, കൂന്തള് പൊരിച്ചത്, എരുന്ത് പൊരിച്ചത്. നമ്മൾ ഇന്ന് വന്ന സമയത്ത് മീനിന് ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഓവർ ഐറ്റംസുകൾ ഇല്ല കേട്ടോ. പിന്നെ 12:10 മുതൽ ഇവിടെ ആളുകൾ വന്ന് ക്യൂ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. മീൻ കറി, സാമ്പാർ, പച്ചടിയാണ് വരുന്നത്. പിന്നെ നല്ല അടപ്രഥമൻ പായസം ഉണ്ട്. അതിന് 25 രൂപ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ഇല എത്തി. ഇലയിലേക്ക് ഇതാ ചോറ് വിളമ്പി, ചോറിലേക്ക് സാമ്പാറും അതുപോലെ തന്നെ മീൻ കറിയൊക്കെ ഒഴിച്ച് അതിലേക്ക് 3 കൂട്ടം സൈഡ് ഐറ്റംസുകൾ ഇവർ വിളമ്പിയിട്ടുണ്ട്. ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അയക്കോറ പൊരിച്ചത് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കഞ്ഞിവെള്ളവും പിന്നെ 2 പായസവും കൂടി നമ്മൾ ഓർഡർ ആക്കി. പക്ഷെ ഒരാൾ മാത്രമില്ല, അതാണ് പപ്പടം. അതൊരു വൻ മിസ്സാണ്. അയക്കോറ പൊരിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ തൊടുമ്പത്തേക്ക് ഇങ്ങോട്ട് പൊടിഞ്ഞു. അത്രയും സോഫ്റ്റ് പീസായിരുന്നു കേട്ടോ. ഊണ് വിളമ്പിയതേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. എങ്ങോട്ടാണ് ഊണ് പോയതെന്നുള്ള ഒരു പിടുത്തവും ഇല്ല. നല്ല അടിപൊളി പൊരിച്ച മീനും നല്ല കിടിലം ഊണും അടിപൊളി. നിങ്ങൾ ഇതുവരെ ഇവിടെ പോയി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ട്രൈ ചെയ്തോളി. മസ്റ്റ് ട്രൈ ആണ്. ഇതിന്റെ കൂടെ നമ്മളൊരു അടപ്രഥമൻ പായസം കുടിച്ച് നമ്മളെ ഇല അങ്ങോട്ട് മടക്കിട്ടോ. അപ്പൊ ഇതാണ് കണ്ണൂർ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ ഉദയൻസ്. നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിൽ എത്താൻ പറ്റും.